ऐसे नहीं यार, देखो वो देख उधर देख मछली അപ്പൊ അതാണ് കാര്യം. PT സാറാണ് പ്രശ്നം. बड़ा वाला चाहिए അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ലോങ് ജമ്പിൽ മെഡൽ കിട്ടണമെന്ന്. അവള് പേര് കൊടുത്തിട്ടില്ല. അവളുടെ പേര് ഞാൻ കൊടുത്തോളാം. ബട്ട് ആൻ വന്ന് ചാടണം. मछली ये खींचेगा ऐसा। ആൻമരിയ മാഡം, वो बुला रहा है നമുക്ക് ലോങ് ജമ്പിന് സമ്മാനം മേടിക്കണ്ടേ? അതിന് പേര് കൊടുക്കണ്ടേ? ഇല്ല എനിക്ക് കിട്ടൂല. ഏ ഡേവിഡ് സർ ഫൗൾ വിളിക്കും. ഏഞ്ചലിന്റെ ബ്ലസ്സിങ് കിട്ടിയ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. കക്കാടമല അത്ര ദൂരമൊന്നല്ലല്ലോ. ഞാൻ കൊണ്ടുപോവാ. ലോങ് ജമ്പിന് 1ാം സ്ഥാനം വേണമെന്ന്. അതും അവളുടെ അപ്പം മേടിച്ച പോലെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ. എനിക്കാണ് ആ PT സാറിനെ കാണുമ്പോൾ തന്നെ ഓടാൻ തോന്നും. എൻ്റെ കഷ്ടകാലത്തിന് ഞാനത് കയറിയേക്കുകയും ചെയ്തു. ഈ കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹീറോ അവരുടെ അപ്പനാ. അപ്പൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാൻ ഏത് കൊച്ചുങ്ങളും ആഗ്രഹിക്കൂടാവേ. അതിന് അതുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ എൻ്റെ മൂത്ത മോൻ സണ്ണിയെ കണ്ടിട്ടില്ലയോ? അവൻ്റെ മൂത്തൊരു മോളുണ്ടായിരുന്നു എനിക്ക്, സെലീന. അവൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു ദിവസം വീട്ടിൽ വന്നേച്ചും പറഞ്ഞു, സ്കൂളിലെ കലോത്സവത്തിന് ഒപ്പനയ്ക്ക് മണവാട്ടിയാവാൻ അവളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന്. ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കൊച്ചിനെ കാണാൻ നല്ല ചേലായിരുന്നേ. അവളുടെ തള്ളയെ പോലെയാ. അപ്പം ഈ മണവാട്ടിയുടെ ഉടുപ്പിനും ചിലവിനും ഒക്കെ ആയിട്ട് ഒരു 100-300 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ എടുത്ത വായല പറഞ്ഞു, കാശിലവില്ലാത്ത മണവാട്ടി ആവുന്നേ ആയാൽ മതിയെന്ന് പറഞ്ഞു. കൊച്ചു വാശി പിടിച്ച് കുറേ കരഞ്ഞു. അവളെ തള്ളയാവുന്നത് പറഞ്ഞു. ആ കൊച്ചു ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, നിങ്ങൾക്കൊരു 300 രൂപ കൊടുത്തൂടെയെന്ന്. ഞാൻ അന്നേ അർക്കീസാ. ഞാൻ കേട്ടില്ല. അവസാനം കലോത്സവത്തിൻ്റെ അന്ന് അവൾ കെറിവിച്ച് സ്കൂളിൽ പോയില്ല. അവരെല്ലാവരും കൂടെ അമ്മ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പോകുന്ന പോക്കിൽ ആ ഓട്ടോയിൽ ഒരു പ്രൈവറ്റ് ബസ് വന്ന് ഇടിച്ചു. ഒരു ദിവസം ബോധമില്ലാതെ എൻ്റെ കൊച്ചു ICU കിടന്നു. ഞാൻ ചങ്കും തല്ലി ഓടിച്ചെന്നു. എപ്പോഴോ ഓർമ്മ വന്നപ്പോൾ എൻ്റെ കൊച്ചെൻ്റെ കയ്യെ പിടിച്ച ചോദിക്കുക, പാപ്പാ അന്ന് രൂപ തന്നിരുതേ, എനിക്കിത് വല്ലതും വരുമായിരുന്നു എന്ന്. അത് പറഞ്ഞിട്ട് പിറ്റേന്ന് എൻ്റെ കൊച്ചു പോയടാവ്. അന്നുപോലെ ഞാൻ ഈ മുസ്ലിം കല്യാണങ്ങൾക്കൊന്നും വിളിച്ചാൽ പോവുകയല്ല. കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ വിളിച്ചാലും ഞാൻ എന്നായാലും പറഞ്ഞങ്ങ് ഒഴിവാവും. എനിക്ക് മണവാട്ടികളെ കണ്ടു നിൽക്കാൻ വലിയ പ്രയാസമാണ്. എൻ്റെ കൊച്ചു ഒരുപാട് ആഗ്രഹിച്ചതല്ലേടാവേ ആ വേഷത്തിൽ ഒന്നിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വലുതായ പിന്നെ ഈ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുകയല്ലേടാവേ. അതുകൊണ്ട് ഈ കൊച്ചു പറയുന്നത് എന്നാന്ന് വെച്ചാൽ, നിന്നെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടു. അത് മെഡലാന്നേ മെഡൽ, മാലാകയാന്നേ മാലാക. പിന്നെ ഇപ്പം ആ കൊച്ചിന് ചാടാൻ പേടിയാന്നല്ലേ നീ പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പേടിയുള്ള കാര്യങ്ങൾ വേണം കൂടുതൽ ചെയ്യാൻ. എന്നാലേ ഒരു ധൈര്യം ഉണ്ടാവും. നീ പറ കൊച്ചിനോട്. മലമണ്ടയിൽ മാലാക ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിട്ട് മാലാക വന്നില്ലെങ്കിലോ? ഇതാണോ ഇപ്പം എത്ര വലിയ കാര്യം? ഈ കൊച്ചിനെ വരെ മാലാകയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നീ ആരെങ്കിലും കാണിച്ച് ഇതാണ് മാലാക എന്ന് പറഞ്ഞ് ആ കൊച്ചിനെ കൊണ്ട് ഒന്ന് കൺവിൻസ് ചെയ്യിക്കാനാണോ അവിടെ പ്രയാസം? എന്നാ പിന്നെ നമുക്ക് കൊച്ചിനെ കൺവിൻസ് ചെയ്ത് കളയാം. എടാ എങ്ങനെയാന്ന് പറ. നീ ഒരു 2000 രൂപ ചെലവാക്കി കഴിഞ്ഞാൽ വെറും ഏഞ്ചലല്ല, നല്ല മാലാഖയെ പോലെ ഏഞ്ചല് അവിടെ വരും. 2000 രൂപയൊക്കെ തരാം. ആര് വരുന്നാ പറഞ്ഞേ? ഞാൻ വരും. ഈ ഏഞ്ചല് വരും. ഒരുമാതിരി ചേപ്പത്തരം പറയട്ടോ നാടുകാണി. നീ വിളിച്ചപ്പാടല്ലോ. നീ ഒരുമാതിരി ചേപ്പത്തരം പറയല്ലേട്ടാ. എടാ ഞാൻ വർഷങ്ങളായിട്ട് ഈ വെളിച്ചപ്പാടായിട്ട് ഇവിടെ കൺവെൻഷൻ കണ്ടിരിക്കല്ലേ. എന്താ നീ കൺവെൻഷൻ അല്ലേ? ഈ നാട്ടുകാർ കൺവെൻഷൻ അല്ലേ? പിന്നെ ഞാനാടാ ഒരു ചെറിയ കൊച്ചി നല്ല പുഷ്പം പോലെ കൺവെൻഷൻ നോക്കാം. എന്താ പോരെ? എടാ അത് ഗിരീഷ, നീ ചെല്ലു ഗിരീഷ. മലമുകളിൽ ഏഞ്ചല് വന്നിരിക്കും. എന്താ ഗിരീഷ്, വന്ന കാര്യം പറയൂ.
എന്താ അവിനാശ്? പറ പറ. അത് പിന്നെ ആൻമരിയൻ ഏഞ്ചലിനെ കാണിക്കാൻ കക്കാടമലയിലോട്ട് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കാൻ വന്നതാ. നിങ്ങൾ കൊച്ചിനെയും കൊണ്ട് കറങ്ങി നടക്കുന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. കണ്ടല്ലേ. പോവണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോവാണ്ടിരിക്കോ? ഞാനും കൂടെ പോകാം. എന്തെങ്കിലുമൊക്കെ ചെയ്, പൊക്കോ. ഇത് തന്നെയല്ലേ നിന്റെ പപ്പ പറഞ്ഞ സ്ഥലം? എന്നാ പ്രാർത്ഥിച്ചോ. നാട് കാണി തക്ക സമയത്ത് വരണേ. Hey God, please send your angel. Angel, please bless me. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഏഞ്ചലായിരിക്കും. വാ. ഇതാരപ്പാ? Angel അല്ലേ? ഏഞ്ചലോ? അല്ല, ഏഞ്ചല. Why don't you make a wish? ബുദ്ധിമുട്ടാ, പക്ഷെ നമുക്ക് നോക്കാം. Don't be sad. എനിക്കൊരു സീക്രട്ട് ഹാൻഡ് ഷേക്ക് തന്നെ. This? That finger Okay. and snap. നമുക്ക് നോക്കാം കേട്ടോ. താനേതാ? അല്ല, ഞാനാണല്ലോ മൊത്തത്തില് ഇതൊക്കെ. മൊത്തത്തിലോ? എന്ത് മൊത്തത്തില്? അല്ല, മൊത്തത്തില് ഇവിടം വരെ. ഇവിടെ മൊത്തം മഞ്ഞ് വന്ന് മൂടുന്നതിന് മുമ്പ് പിള്ളേരും കൊണ്ട് വീട്ടിൽ പോകാൻ നോക്ക്. ഓ, എന്ത് കോ? മൊത്തത്തിലൊരു കള്ള ലക്ഷണമാണല്ലോ. അതിപ്പോ ഞാൻ സമയത്ത് പിള്ളേരും കൊണ്ട് മലമൂളി. ഞാനെന്തിനാ എന്നോട് ചൂടാവുന്നെ? തനക്ക് അത് ഏഞ്ചലാ. वो एंजल नहीं है. അല്ലേ? ഞങ്ങളുടെ നാട്ടിലെ ഏഞ്ചലൊക്കെ ഇങ്ങനെയാടാ തെണ്ടി. ഇവനിപ്പോ എവിടെ? ഇനിയിപ്പോ നാട് കാണി കൊക്കയിലെങ്ങാനും വേണ്ടി ചത്തോ? എന്നാലും ഈ വെളിച്ചപ്പാട് എവിടെ പോയി? വെറുതെ അല്ല മാലാകമാര് ഭൂമിയിലേക്ക് ഇറങ്ങി വരാത്തത്. എന്തൊരു വെയിറ്റ് ആണ് ഇനി. എടാ കൊച്ചോടാ, കൺവെൻഷൻ വാ പോ. നീ ഇത് എവിടെ ഇരുന്നടാ ഇത്? എടാ നീ വിചാരിക്കണ പോലെയല്ലെന്ന്. പണ്ടത്തെ കൂട്ട് മാലഹരുടെ ഡ്രസ്സ് കിട്ടാനില്ല. പിന്നെ നമ്മുടെ ജോസേട്ടൻ പോലുള്ള ആദ്യ കുർബാനുണ്ടല്ലേ, ആ ഡ്രസ്സ് അഴയ മലക്കിട്ടുണ്ടെന്ന് അവിടെ നിർത്തണം പോന്നാണ്. ആ കൊച്ചാണെങ്കിൽ വാഗിരി പൊളിക്കാണ്. വാ കൺവെൻഷൻ വാ പോവാ. പോണ്ടേ? നീ എന്തായാലും വരാത്ത നന്നായി. എന്റെ ഒരു ചിറകും കോലും. അതെന്താടാ? എടാ ഗിരീഷ്, എനിക്ക് അമ്പലത്തിൽ പോണ്ടാണ്. എടാ അവിടെ നിന്നടാ. നീ തന്ന പൈസ തികഞ്ഞിട്ടില്ലട്ടാ. ഈ ചിറകിന് 2 കൂടി 500 രൂപ വെച്ച് വേറെ വേണം.